ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കേരളത്തിലെ കന്നുകാലി വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിൽ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി ലഭ്യത കുറഞ്ഞതും യാത്രാമധ്യേയുള്ള അതിക്രമങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാരക്ഷേമ സമിതി സംസ്ഥാന കമ്മിറ്റി വാണിയംകുളം ചന്തയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഒഡീഷ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അവിടെയൊക്കെ പല സംഘടനകളുടെ പേരിൽ ജന്തുദ്രോഹവും പശുക്കടത്തുമൊക്കെ ആരോപിച്ചുകൊണ്ട് കന്നുകളെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും FIRൽപ്പെട്ട് ഗോശാലകളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. കോടതി റിലീസായി കഴിഞ്ഞാൽ ഗോശാലയിൽ പോയാൽ പോലും നമുക്ക് വസ്തു കിട്ടാത്ത, അങ്ങനെ ഉപേക്ഷിച്ചു പോരുന്ന അല്ലെങ്കിൽ വണ്ടി പിടിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആന്ധ്ര, മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന കന്നുകാലികളെ യാത്രാമധ്യേ ജന്തുദ്രോഹം ആരോപിച്ച് സംഘടിതമായി തടയുന്നതും കേസെടുത്ത് ഗോശാലകളിലേക്ക് മാറ്റുന്നതുമാണ് വ്യാപാരികളെ കടക്കിണിയിലാക്കുന്നത്. വാണിയംകുളം, പെരുമ്പിലാവ്, കുഴൽമന്ദമടക്കം 100-ലധികം ഗ്രാമീണ ചന്തകളെയും അതിനെ ആശ്രയിച്ച് മാംസം, പാൽ, തോൽ വിപണിയിൽ ജീവിക്കുന്ന 2 ലക്ഷത്തോളം കുടുംബങ്ങളെയും ഈ തകർച്ച നേരിട്ട് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യാത്രാ തടസ്സങ്ങൾ കേരളത്തിലെ ഇറച്ചി വില വർധനവിനും കാരണമാകുന്നു. കന്നുകാലികളെ പ്രധാന ഭക്ഷ്യ കാർഷിക വസ്തുവായി പരിഗണിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സുരക്ഷിതമായി എത്തിച്ച് കച്ചവടം നടത്താനുള്ള അടിയന്തര നിയമ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള കന്നുകാലി ആൻഡ് മാംസ വ്യാപാര ക്ഷേമ സമിതി വാണിയംകുളം ചന്തയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കല്ലിങ്കിൽ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. AK യൂസഫ്, TA ആദം, T ചെറിയാപ്പു, K സുരേഷ് ബാബു, K രാജൻ, MK ഉമ്മർ, മൻസൂർ പുളിക്കൽ, അബ്ദുറഹ്മാൻ മോനു, സക്കീർ ഹുസൈൻ കൊല്ലങ്കോട് എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.